വെൽക്കം ടു SRK ട്രിപ്പിൾ ക്ലാസ്. നമ്മുടെ ലെക്ചർ സീരീസിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വലൈസർ കണക്ഷൻസ്. ഒരു ലാബ് ബൗണ്ട് ആർമേച്ചർ വൈൻഡിങ്, ലാബ് ബൗണ്ട് മെഷീൻസിൽ സാധാരണ ഇക്വലൈസർ റിംഗ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഒരു ലാബ് ബൗണ്ട് മെഷീൻസിൽ ഇക്വലൈസർ റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതും വേവ് ഓൺ മെഷീൻസിൽ ഇക്വലൈസർ റിംഗിന്റെ ആവശ്യം ഇല്ല, എന്തുകൊണ്ടാണ് നമ്മൾ വേവ് വൈൻഡിങ്ങിൽ ഇക്വലൈസർ റിംഗ് കണക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ നമ്മുടെ ലാബ് ഓൺ മെഷീൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നതും നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം നമ്മുടെ കമ്പാരിസൺ അല്ലെങ്കിൽ ലാബ് വൈൻഡിങ് വേവ് വൈൻഡിങ്ങിന്റെ കേസ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നതും നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ദ കേസ് ഓഫ് വേവ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2, അതാണ് A is equal to P എന്നും ലാബ് വൈൻഡിങ്ങിന് A equal to 2 എന്ന് പറയുന്നത് വേവ് വൈൻഡിങ്ങിന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അപ്പോ ഇക്വലൈസർ കണക്ഷൻ ലാബ് വൈൻഡിങ്ങിൽ നമ്മൾ ഇക്വലൈസർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ആയിട്ട് ഓരോ പോൾസിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോ പോൾസ്, ഈ കണ്ടക്ടേഴ്സ് സ്ട്രോങ്ങർ പോൾസിൽ വരുന്നത് കൂടുതൽ EMF ജനറേറ്റ് ചെയ്യുകയും കൂടുതൽ കറണ്ട് വലിക്കുകയും ചെയ്യും. അപ്പോ ഓരോ ബ്രഷസിൽ, അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓരോ ബ്രഷിൽ ഉണ്ടാവുന്ന കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ ആവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വൈൻഡിങ്സിൽ അല്ലെങ്കിൽ ബ്രഷസിൽ അൺഈക്വൽ ആയിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് ദർ വിൽ ബി എ സർക്കുലേറ്റിംഗ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ വൈൻഡിങ്സ്. ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, വൈൻഡിങ്ങിന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുകയാണ്. അത് കാരണം എന്തുവാ, ആർമേച്ചർ വൈൻഡിങ്സ് ഓവർ ഹീറ്റ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, കണ്ടക്ടേഴ്സ് അണ്ടർ സ്ട്രോങ്ങർ പോൾസ് ജനറേറ്റ് EMF ആൻഡ് ഹെൻസ് ക്യാരി ലാർജ് കറണ്ട്. സോ ദ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ബ്രഷസ് ബിക്കം അൺഈക്വൽ. അപ്പോ അങ്ങനെ വരുമ്പോൾ അൺഈക്വൽ ആവുമ്പോൾ ഓരോ ബ്രഷസും, ചില ബ്രഷസ് എന്തായിരിക്കും കൂടുതൽ കറണ്ട് എടുക്കും, ചില ബ്രഷസ് കുറച്ച് എടുക്കത്തുള്ളൂ. അപ്പോൾ സം ബ്രഷസ് ആർ ഓവർലോഡഡ്, ഇറ്റ് ക്യാരീസ് മോർ ദാൻ ദ നോർമൽ കറണ്ട്, വേറസ് അതേഴ്സ് ക്യാരി ലെസ്. അല്ലെ? അപ്പോ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 40 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നുണ്ട്, 4 പാത്ത് ഉണ്ടെങ്കിൽ ഓരോ പാത്തിലും 10 ആംപിയർ വെച്ചിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ എന്തെങ്കിലും ഒരു നമ്മുടെ മേക്കിങ്ങിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പോൾസിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് കാരണം നമ്മുടെ കറണ്ട് ഡിസ്ട്രിബ്യൂഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ചില ബ്രഷസിൽ എന്തായിരിക്കും കറണ്ട് കൂടുതൽ എടുക്കുകയും, കൂടുതൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ ബ്രഷസിൽ എന്താ കറണ്ട് കുറവായിട്ടായിരിക്കും എടുക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ലാബ് ഓൺ മെഷീൻ ദ സർക്കുലേറ്റിംഗ് കറണ്ട് വിൽ എക്സിസ്റ്റ് ഇഫ് ഇറ്റ് ഇൻ ദ EMF ജനറേറ്റഡ് വേരിയസ് പാരലൽ പാത്സ് ആർ നോട്ട് ഈക്വൽ. ഓരോ പാരലൽ പാത്തിൽ ഉണ്ടാവുന്ന EMF ഈക്വൽ അല്ല എങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും, സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചറിനെ ഓവർ ഹീറ്റ് ചെയ്ത് കളയും. സോ ലാബ് പോയിന്റ് മെഷീൻ circulating current will exist whenever the EMF is unequal. That circulating current will overheating the armature also. Now, then ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ് കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എന്തോ ഓവർ ഹീറ്റ് ആവും എന്ന് പറയും. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തോ ഈ ഇക്വലൈസർ റിംഗ്സിന്റെ പ്രത്യേകത വരുന്നത്. അപ്പൊ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് പാരലൽ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതിന് പകരമായി ഇക്വലൈസർ റിംഗ്സിൽ കൂടെ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷസിൽ കൂടെ പാസ് ചെയ്തതിന് പകരമായിട്ട് ഇക്വലൈസർ റിംഗിൽ കൂടെ ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഇതാണ് ഇക്വലൈസർ റിംഗ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഡ്യൂ ടു ദ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ EMF of various parallel paths passes through these equalizer rings instead of passing through the brushes. So what is the main function of equalizer ring? Avoid unequal distribution of current at the brushes. അപ്പൊ ബ്രഷസിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, അൺഈക്വലി ഉണ്ടാവുമ്പം സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുന്ന ആ സർക്കുലേറ്റിംഗ് കറണ്ട് ഇക്വലൈസർ കണക്ഷൻസ് വഴി ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷസിലെല്ലാം എന്തുവാ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, വി ക്യാൻ അച്ചീവ് സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ. അപ്പൊ കമ്മ്യൂട്ടേഷൻ, സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ നമുക്ക് ഉണ്ടാകും. അപ്പൊ കമ്മ്യൂട്ടേഷൻ എന്താന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. എന്താണ് കമ്മ്യൂട്ടേഷൻ എന്നും കമ്മ്യൂട്ടേഷന്റെ എഫക്ട്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോ
ഈ കാര്യം ക്ലിയർ ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നു, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലൈസർ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ക്ലിയർ ആണ്. ഇനി എന്തുകൊണ്ട് വേവ് വൈൻഡിങ്ങിൽ ഇക്വലൈസർ കണക്ഷൻ വേണ്ട എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? ദർ ഇസ് നോ നീഡ് ഫോർ ഇക്വലൈസർ കണക്ഷൻ ഇൻ ദ കേസ് ഓഫ് വേവ് വൈൻഡിങ്. ഇക്വലൈസർ കണക്ഷൻസ് എന്ന് പറയുന്നത് ഇക്വലൈസർ റിംഗ്സ് ആർ നോട്ട് റിക്വയർഡ് ഫോർ ദ വേവ് വൈൻഡിങ് ഇഫ് ദർ ഇസ് എ മാഗ്നറ്റിക് അൺബാലൻസ്. അല്ലെ, പോൾസ് ഡിഫറെന്റ് ആവുന്നതനുസരിച്ച് എന്തോ ചില പോൾസിൽ വരുന്ന കണ്ടക്ടേഴ്സ് കൂടുതൽ കറണ്ട് എടുക്കുകയും മറ്റേ പോൾസിലുള്ള കണ്ടക്ടേഴ്സ് ലെസ് കറണ്ട് എടുക്കുകയും ചെയ്യുന്നത് കാരണം ഒരു മാഗ്നറ്റിക് അൺബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇക്വലൈസർ റിംഗ് വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ മാഗ്നറ്റിക് അൺബാലൻസ് ഉണ്ടെങ്കിലും ഇക്വലൈസർ റിംഗിന്റെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം വേവ് വൈൻഡിങ്ങിന്റെ കേസസിൽ എപ്പോഴും ദർ വിൽ ബി 2 പാരലൽ പാത്സ് ഉണ്ട്. രണ്ട് പാരലൽ പാത്തേ ഉള്ളൂ. സോ വാട്ട് എവർ മേ ബി ദ നമ്പർ ഓഫ് പോൾസ്, 2 പാരലൽ പാത്തിലായിരിക്കും എല്ലാ കണ്ടക്ടേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻ വ്യൂ ഓഫ് ദിസ് ബോത്ത് ദ പാരലൽ സർക്യൂട്ട്സ് ആർ അഫക്റ്റഡ് ഈക്വലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, 2 ബ്രഷസും ഈക്വൽ ആയിട്ട് അഫക്ട് ചെയ്യും. സോ ദർ ഈസ് നോ നീഡ് ഫോർ ഇക്വലൈസറിങ്. മറ്റേ സ്ഥലത്ത് എന്താ, ഡിഫറെന്റ് ബ്രഷസ് ഡിഫറെന്റ് ആയിട്ട് അഫക്ട് ചെയ്യുമ്പോൾ എന്തോ ദർ വിൽ ബി എൻ അൺഈക്വൽനെസ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി. അത് കാരണമാണ് എന്താ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുന്നത്. സർക്കുലേറ്റിംഗ് കറണ്ട് നമുക്ക് ബ്രഷസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇക്വലൈസർ കണക്ഷൻ ഉപയോഗിക്കും. ഇവിടെ 2 പാരലൽ പാത്ത് ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് അൺബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇത് അഫക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വലി 2 പാരലൽ പാത്ത് ഈക്വലി അഫക്ട് ചെയ്യും. സോ ദർ വിൽ ബി cancelled each other. So there is no need for equalizer in the case of simplex wave winding. Clear? So I hope എന്തുകൊണ്ടാണ് ഇക്വലൈസർ റിംഗ് കണക്ഷൻസ് ലാപ്പ് വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നു, വേവ് വൈൻഡിങ്ങിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പോയിന്റ്. വൈ ഇക്വലൈസർ കണക്ഷൻസ് ആർ യൂസ്ഡ് ഇൻ ലാപ്പ് വൈൻഡിങ് നോട്ട് ഇൻ വേവ് വൈൻഡിങ് എന്നുള്ളത് ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ കം. ഓക്കെ, താങ്ക് യു.